ഇപ്പോൾ മിഥുന്റെ സഹപാഠികൾ കൂടിയാണ്. മിഥുന്റെ കൂടെ പഠിച്ച കുട്ടികളാണോ? ഞാൻ ഇവിടെ വന്നേ മിഥുന്റെ ക്ലാസ്സിലാണോ? ഞാൻ അവൻ്റെ ക്ലാസ്സിൻ്റെ അപ്പുറത്താണ്. കാണാറൊക്കെ ഉണ്ട്, സംസാരിക്കാറൊക്കെ? ഞാൻ സ്പോർട്സിന് വന്നപ്പോൾ സംസാരിച്ചു സെലക്ഷന്, ഫുട്ബോളിന്റെ സെലക്ഷന് അല്ലേ? അവന്റെ ആഗ്രഹമായിരുന്നു ഫുട്ബോൾ. ആഗ്രഹമായിരുന്നു. ഇതൊക്കെയോ ഇതിന്റെ കൂടെ ഫുട്ബോൾ ടീമിലുള്ളതാണ്. എന്താണ് അവസാനമായി കണ്ടത് നമ്മൾ? അവന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം മിഥുൻ ഇവിടേക്ക് എത്തുന്നത് പോലും ഈ ഫുട്ബോളിന് സെലക്ഷൻ കിട്ടിയാണ്. മറ്റൊരു സ്കൂളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഈ സ്കൂളിൽ അവന് ഫുട്ബോളിന് സെലക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ഫുട്ബോളിന് സെലക്ഷൻ കിട്ടിയപ്പോൾ അവന്റെ ആഗ്രഹം ഈ ഫുട്ബോൾ ടീമിൽ കളിക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് അവൻ ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് അവൻ പട്ടാളത്തിൽ ചേരണം, അതിന് NCC അടക്കമുള്ള ഒരു സ്കൂൾ വേണം എന്നുള്ള ഒരു വാശി അവനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബോയ്സ് ഹൈസ്കൂളിൽ, തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ എന്ന ഓപ്ഷനിലേക്കടക്കം അവൻ കണ്ടെത്തുന്നത്. ഒടുവിൽ അവന്റെ അന്ത്യയാത്രയ്ക്ക് പോലും ഈ സ്കൂൾ വേദിയായി എന്നുള്ള ഒരു വേദന ഇപ്പോഴും അവരെ സംബന്ധിച്ച്, ബന്ധുക്കളെ അടക്കം സംബന്ധിച്ചുണ്ട്. അങ്ങനെ അല്പസമയത്തിനകം തന്നെ മിഥുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള, ഭൗതികശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര ഇവിടേക്ക് എത്തും. ഇവിടെ എത്തിയാൽ ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പൊതുദർശനം ക്രമീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസിന്റെ ക്രമീകരണം കൊണ്ട്, അതുപോലെ തന്നെ നാട്ടുകാർ, സ്കൂൾ മാനേജ്മെന്റ് ഒരു വലിയ ശ്രമഫലമായി തന്നെ നാട്ടുകാർ വൈകാരികമായി ഒന്നും വിഷയങ്ങൾ പോകാതെ വളരെ കാര്യമായി ഈ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അധ്യാപകരെല്ലാം ഇവിടെ നേരത്തെ തന്നെ എത്തിയതാണ്. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു നാട് ഒന്നായി ഒഴുകിയെത്തിയവന് അന്ത്യയാത്ര പറയുവാൻ, അന്ത്യയാത്ര ചൊല്ലുവാൻ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ SKN നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അരുൺ രാജാണ് സ്കൂളിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മിഥുൻ പഠിച്ച സ്കൂളിൽ നിന്നുള്ള ദൃശ്യമാണ് സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി നിങ്ങൾ കാണുന്നത്. ടെക്നിക്കലി അത് ഇടതുഭാഗമാണ്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസിൽ മൃതദേഹം കയറ്റി കഴിഞ്ഞു. ഇനി ഈ തേവലക്കരയിലേക്ക് യാത്ര തിരിക്കുന്ന താമസമേ ഉള്ളൂ. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നമ്മുടെ പ്രതിനിധി കൂടി ചേരും. AV ജയശങ്കറുടെ. ജയശങ്കർ, ഇനിയും ആംബുലൻസ് തിരിച്ചിട്ടില്ല, എന്താണ് തടസ്സം? ഇപ്പോൾ അമ്മ നാഷണൽ ഹൈവേ വഴി തേവലക്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടന്തറ ഗ്രാമത്തിലേക്കുള്ള അവരുടെ യാത്രയാകുമോ അതോ സ്കൂളിലേക്കായിരിക്കുമോ അവരുടെ യാത്രയെന്നറിയില്ല. എന്തായാലും അവർ കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോലീസിൻ്റെ സംരക്ഷണം കൂടി ലഭിക്കുന്നുണ്ട്. എന്താണ് ശാസ്താംകോട്ടയിൽ നിന്നുള്ള വിവരം? ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പുറപ്പെടും. നിലവിൽ ഈ ആശുപത്രിയിൽ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരമാണ് നിലവിലൂടെ നൽകിയിരിക്കുന്നത്. നാട്ടുകാരുൾപ്പെടെ ഈ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഈ മിഥുന് അവസാനമായി ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിൽ വെച്ച് അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെയുള്ളത്. പ്രതീക്ഷയിലും കൂടുതൽ ആളുകൾ ഈ ആശുപത്രിയിൽ എത്തി ഈ ആംബുലൻസിൽ വെച്ച് തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക തടസ്സം, ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്.